അതിലേക്ക് ഇൻട്രിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആനിമേറ്റ് ചെയ്യണത്. എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും. വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കണത് എങ്ങനെയാണ്? വചനം ഒരു മീഡിയം ആക്കിക്കൊണ്ട്. അപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ വചനത്തിൽ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും, സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത്. വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനത്തെ പ്രത്യാശിക്കണം. അപ്പോഴെന്താണ്? നമുക്കത് ഫീൽ ചെയ്യും. അഭിലഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടാകും. നിന്റെ പാപാവസ്ഥയാകാം, നിന്റെ ഭക്തിക്കുറവാകാം. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും. അത് പോരെ ജീവിക്കാൻ.